ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഡൽഹിക്ക് എത്തി. അപ്പം ഡൽഹിയിലെത്തിയിട്ട് ഞങ്ങൾ രാത്രി തന്നെ എത്തി. രാവിലത്തേന് ഞങ്ങൾ 2 ദിവസം ഇനി ലീവുണ്ട്. അപ്പോൾ രാവിലെ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്രൂ ആയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കും, ഡൽഹിയിൽ മെയിൻ ഏറ്റവും പൈസ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലം സരോജിനി മാർക്കറ്റ്. അവിടേക്കാണ് പോകുന്നത്. പക്ഷേ പോകുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ നമ്മൾ ഹോട്ടലുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങളുടെ ലഗേജ് ആയിരുന്നാലും ഞങ്ങളുടെ ബാഗായിരുന്നാലും പേഴ്സായിരുന്നാലും മൊബൈലായിരിക്കാം, എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങളത് മാത്രമാണ്. അതുകൊണ്ട് അത്രയും സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ മാത്രമേ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു കുട്ടി കയറിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു അഭ്യാസ പ്രകടനം. പക്ഷേ ഞങ്ങൾക്കിതൊരു കൗതുകമാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് പോകുന്ന അത്രേ ഉള്ളൂ. നമുക്കിത് കാണുന്നപ്പോഴത്തേക്കും ഒരു കൗതുകമായിരുന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അഭിച്ചേട്ടനാണെങ്കിൽ എൻ്റെ കൊച്ചിനാണെങ്കിൽ ഒരു 50 രൂപ കൊണ്ട് ഇട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളെ പിള്ളേരുടെ കൊള്ളാം സംഭവങ്ങളായിരുന്നു. പിന്നെ അഭിചേട്ടൻ പൈസ കൊടുത്തപ്പോൾ നമുക്കൊരു സന്തോഷം. കണ്ടുന്നവർ അവർക്ക് പിന്നെ വലിയ മൈൻഡൊന്നുമില്ല, സാധാരണ ആൾക്കാർ ചെയ്യുന്ന കണക്ക് എന്നുള്ള രീതിക്ക് അവരും അങ്ങ് വിട്ടേക്കും. പിന്നെ ഞങ്ങൾ എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഈ മാർക്കറ്റിലേക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തില്ല, നടന്നാൽ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ ഹൈവേ ആണിത്. ഹൈവേ ആണെങ്കിലും തിരക്കിനൊന്നും ഒട്ടും കുറവില്ല. ഇതിപ്പോൾ ടൈം ആവുന്നേ ഉള്ളൂ. ട്രാഫിക് സിഗ്നലിൽ കിടക്കുന്നുണ്ട്, ഞാൻ തിരക്കറിയാൻ പറ്റാത്ത. അല്ലാണ്ട് നല്ല തിരക്കുണ്ട് ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ വന്ന് എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡൽഹിയിലെ കാര്യങ്ങളും കഥകളും എല്ലാം എനിക്കൊരു കൗതുകമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയെന്ന് വെച്ചാൽ പൊല്യൂഷൻ വെച്ചാൽ അന്യായ പൊല്യൂഷനാണ് കേട്ടോ. പിന്നെ അതുപോയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെ ഇങ്ങനെ അഴിച്ചടിച്ച് വിടില്ല, എല്ലാവരും വീട്ടിലല്ലേ വളർത്താൻ. ഇവർ പശുക്കളെ ഒന്നും ചെയ്തില്ല, അഴിച്ചടിച്ച് അങ്ങ് വിട്ടേക്കും. ഈ മെയിൻ റോഡിൽ കൂടെയൊക്കെ പശുക്കൾ അഴിഞ്ഞ് നടക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടുത്തെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നല്ല സീനാണ് ഇവിടെ. പൊടിയും കാര്യങ്ങളൊക്കെ ഒട്ടും പറ്റുന്നില്ല. പിന്നെ പോക്കറ്റ് അടി, മോഷണം എല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങളതാ ഏകദേശം സരോജിനി മാർക്കറ്റിൻ്റെ ഫ്രണ്ട് എത്തി. ഇനി ഇവിടെ നിന്നും ക്രോസ് ചെയ്തതിനുള്ളിലേക്ക് കയറണം. പുറം കാണുമ്പോഴത്തേക്കും വലിയ തിരക്കില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറിയായിരുന്നു. എൻ്റെ പൊന്നോ, തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക്. നമുക്ക് ഒരു സാധനത്തോട് വില ചോദിക്കാൻ പറ്റത്തില്ല. വില ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങളെ കൊണ്ട് മേടിപ്പിക്കുന്നതാണ്. ഞങ്ങൾ പുറകെ നടക്കും. പുറകെ നടന്ന് എടുത്തില്ലെങ്കിൽ അവരെ മുഖമൊക്കെ പോകുന്ന ഒരു രീതിയാണ്. എന്തോ അങ്ങനെ ക്രൂഡായിട്ട് അവർ മാറും. നമുക്ക് വില ചോദിക്കാനും പേടിയാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്ത് അവിടുത്തെ ലാംഗ്വേജ് അറിയാനുള്ള ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രൂവിൽ തന്നെ. അപ്പോൾ അവന്മാരൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി നമ്മൾ സംസാരിച്ച് പോയി. പിന്നെ ഇവിടെ കണ്ടതിലും ഏറ്റവും കൂടുതൽ മലയാളികളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ മലയാളത്തിൻ്റെ കൗണ്ടറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇവർ ചിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മലയാളികളാണ്. പിന്നെ എല്ലാ മലയാളികളടുത്ത് കാണുമ്പോൾ സംസാരിച്ച് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. വേറൊരു നാട്ടിൽ നമുക്ക് നമ്മളെ മലയാളികളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. അങ്ങനെ പർച്ചേസ് എല്ലാവരും നാല് വാക്കായിട്ട് തിരിഞ്ഞ് ഞാനും അഭിചേട്ടനും കൂടെ സെപ്പറേറ്റ്, അങ്ങനെ ജിത്തുവേട്ടനും റിനോബായും അങ്ങനെ സെപ്പറേറ്റായി. പിന്നെ എല്ലാവരും പരസ്പരം സെപ്പറേറ്റ് തിരിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 3.5-4 മണിക്കൂറോളം പർച്ചേസ് ഉണ്ടായിരുന്നു. 4 മണിക്കൂറോളം നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളെ വാങ്ങിക്കുക. പിന്നെ നടക്കാൻ പറ്റത്തില്ല, ലഗേജ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഓട്ടോ അടിച്ചു. ഓട്ടോക്കാരൊക്കെ പറ്റിപ്പാണ് കേട്ടോ ഇവിടെ. ഇവർ പറയുന്ന പൈസ മലയാളികളാണെങ്കിൽ ഉറപ്പാണ്, അവർ നല്ല എമൗണ്ട് പറയും. നമ്മൾ പിന്നെ പറഞ്ഞ് 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ആവും എന്നൊക്കെ പറഞ്ഞ് അവസാനം 150 രൂപയുടെ ട്രിപ്പാണ് പോണേ. 1.5 കിലോമീറ്ററിന് ഇവിടെ വാങ്ങാൻ 150 രൂപ. ആലോചിച്ച് നോക്കി നമ്മുടെ അവസ്ഥ. പിന്നെ ഓക്കെ, എന്തായാലും നമ്മൾ ടൂറിന് വന്നല്ലോ, വർക്കിന് വന്നതല്ലേ. അപ്പോൾ നമ്മൾ ആ രീതിക്ക് അങ്ങ് കാണാം, അത്രേ ഉള്ളൂ. അങ്ങനെ സാധനങ്ങൾ മേടിച്ചതാ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ പോകുന്ന 1.5 കിലോമീറ്റർ നമുക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ വലിയ പണിക്കെന്തോ പൊടിയിൽ നിന്ന് പണി ചെയ്തിട്ട് വരും പോലെ അവിടെ റൂമെത്തിയപ്പോൾ. കാര്യം അന്യായ പൊടി, ഫോണിലും നമ്മുടെ ഡ്രസ്സിലും ഫേസിലും ദേഹം മൊത്തം പൊടിയായിരുന്നു. പിന്നെ അവിടെ പോയി റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ ഫുഡൊക്കെ അപ്പോഴത്തേക്കും ഫുഡായെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് നൈറ്റ് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. പക്ഷേ ഇവിടുത്തെ ഫുഡ് നമുക്ക് അത്രയും അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ നേരെ നമ്മളൊരു ഈ ഓട്ടോക്കാരൻ പിന്നെ അത്യാവശ്യം നോർമൽ റേറ്റാണ് മേടിച്ചത്. ഞങ്ങൾ വലിയ എമൗണ്ടൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ഡൽഹിയുടെ നൈറ്റ് വിഷ്വൽ ഞങ്ങളങ്ങനെ ആസ്വദിക്കാൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുത്തിട്ടില്ല, അതിന് ടൈമും കിട്ടിയില്ല. പിന്നെ കുഴപ്പമില്ല, ഡൽഹി ഓക്കെയാണ്.
അങ്ങനെ ഡൽഹിയുടെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. നമ്മൾ അടുത്ത ദിവസം നമുക്ക് ഇന്ത്യൻ ഗേറ്റ് കാണാൻ പോകണമെന്നുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഗേറ്റ് കുത്തബ് മിനാറും കാണണമെന്നുണ്ടായി. പക്ഷേ കുത്തബ് മിനാറും ഇന്ത്യൻ ഗേറ്റ് രണ്ട് റൂട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളത് ഇന്ത്യ ഗേറ്റാണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിലേക്ക് കാണാൻ പോകുന്ന എല്ലാവരും ഒന്ന് ഉറപ്പിച്ച് നേരെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോകേണ്ടി ഇറങ്ങി. അപ്പോഴും ഓട്ടോ. ഇവിടെ ഓട്ടോയിലെ പരിപാടി. ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അഭിഷേകം നിന്ന് വില പേശുകയാണ്. ഏക്കിയാടാ എന്നൊക്കെ പറഞ്ഞ്. മലയാളികളല്ലേ, അവർക്ക് കറക്റ്റ് അറിയാം നമ്മുടെ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ. അവർക്ക് കൃത്യമായിട്ട് പിടിച്ചെടുക്കും അവരെ നമ്മൾ അടിച്ചിടും. പിന്നെ അഭിചേട്ടൻ വിട്ടെടുക്കില്ല. അഭിചേട്ടൻ ബാർഗെയിനിൻ്റെ ഉസ്താദാണ്. അതുകൊണ്ട് അഭിചേട്ടൻ ബാർഗെയിൻ ചെയ്ത് പിടിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ഗേറ്റ് വരെ പോണതിന് എത്രയാവും എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് അവർ. അങ്ങനെ ഗൈസ് അഭിചേട്ടൻ അടിച്ചിട്ട് 120 രൂപയ്ക്ക് ഇന്ത്യ ഗേറ്റ് വരെ. നമ്മൾ 4 ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോന്നു. ആ പോകുന്ന റോഡില്ലേ, ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന റോഡ് അത്രയും നല്ല അടിപൊളി റോഡായിട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല വൃത്തിയുള്ള റോഡാണ്. എല്ലാം നല്ല വൃത്തിയും കാണാനും നമുക്കൊരു വിഷ്വൽ ഭംഗിയുണ്ട്. അങ്ങനെ ഒരു കൊള്ളാം. ഇതേ ഞാനിപ്പോൾ വന്നിട്ട് വേറെ ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ കാണുന്ന സൈഡ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും പരിപാടി കൊള്ളാം. റോഡായിരുന്നാലും സിഗ്നലായിരുന്നാലും ബാക്കി കാര്യങ്ങളെല്ലാം കൊള്ളാം. ഇപ്പോൾ പക്ഷേ ഇവിടെയും പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊല്യൂഷൻ ഈ ഭാഗത്ത് അങ്ങനെ വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ടൊക്കെ നല്ല പൊടിയും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടെത്തി. അവിടെ പറഞ്ഞ പൈസ ഓട്ടോക്കാരന് കൊടുത്ത് ഞങ്ങളിതാ ഇറങ്ങി നടന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ടൈമായി. 4-4:30 ആ ടൈം ആയിട്ടുണ്ടാവും. പിന്നെ ഇനി ഇവിടെ ഒരുപാട് നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ കാണാൻ ഭംഗിയുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങി. അപ്പോൾ വൈകിട്ട് ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു. നമുക്ക് വേറെ എവിടെയും പോകാനുള്ള ടൈമും ഇല്ല. പക്ഷെ നാളെ രാവിലെ നമുക്ക് പോവേ വേണം. ഇവിടെ നിന്ന് അടുത്ത ആസാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചിട്ട് റെഡിയാക്കി വെക്കാമെന്നുള്ള പ്ലാനായി. പിന്നെ നമ്മുടെ കുറേ പ്രകസനം കണ്ടില്ലേ, പര നമ്മൾ അലയുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നൊരു വിഷ്വൽ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ഹൈറ്റ്, അതായത് ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കാണുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കണ്ട് അപ്പം തന്നെ ക്യാപ്ചർ ചെയ്തായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് കണ്ട് നമ്മൾ നല്ല ദൂരെ നിന്ന് ഒരു 100-300 മീറ്റർ ദൂരെ നിന്നാണ് ഇത് കാണുന്നത്. നമ്മൾ ഒരു ആന തലയെടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഇന്ത്യ ഗേറ്റിൻ്റെ ഏകദേശം ഫ്രണ്ട് എത്താറാണ് ഞങ്ങൾ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും ഏകദേശം മലയാളം. ഞങ്ങൾ പോയ ദിവസം ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ മലയാളികൾക്ക് പിന്നെ അറിയാമല്ലോ, ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് അവർ കറങ്ങാനുള്ളൊരു ദിവസമാണ്, ട്രിപ്പാണല്ലേ. അപ്പോൾ ടൂർ വന്നവരുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് മലയാളികളും ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ മലയാളികളെ കണ്ട് സംസാരിച്ചു, അവർക്ക് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു, ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ്, ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടെങ്കിലും ഇതിനുള്ളിലോട്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഇതിന് ചുറ്റി കറങ്ങി പുറകിൽ പോവാം. അങ്ങനെ പിന്നെ പോകാൻ വേണ്ടിയൊന്നുമില്ല, കാര്യം സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അവരിതിലാണ് തൊടാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, പോവുക, കാണുക, ജസ്റ്റ് ഫോട്ടോ എടുക്കുക, പോവുക, ഇതാണ് പരിപാടി. പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് വെച്ചാൽ എന്താ പറയാൻ, അതെ ഇന്ത്യയുടെ ഒരു വലിയ സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലും ഉണ്ട്, മനസ്സിലായി. ആദ്യമായിട്ട് കാണുന്നില്ലേ ഞാൻ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ ഇതൊന്നും വരാൻ പറ്റുമെന്ന് പ്രതീക്ഷ വർക്കേ അല്ല. ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയാലും നമ്മളെ ഓണറിൻ്റെ അടുത്തും ക്യാമറമാൻ്റെ അടുത്തും ഡയറക്ടറുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ വൈകിട്ടായി. ഈ രാത്രിയാകുമ്പോൾ ഇവിടെ ഇതിൽ ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട വിഷ്വലാണ് ഇതും കൂടെ കണ്ടപ്പോൾ അങ്ങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല. കാണാൻ വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് വൈഡ് നിന്ന് കാണണം. അതിൻ്റെ ഒരു എടുപ്പുണ്ടല്ലോ, എന്ത് രസമാണെന്ന് നോക്കിയത്.
അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമെത്തിയപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദീപാവലി വലിയ ആഘോഷമല്ലേ. അന്ന് ദീപാവലിയുടെ ആഘോഷമാണ്. ദീപാവലിയുടെ ആഘോഷമായിട്ട് നമ്മുടെ ഇന്ന് റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലുള്ള വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സ്വീറ്റ്സും പിന്നെ പടക്കവും കാര്യങ്ങളൊക്കെ ഒരു ആഘോഷം വലിയൊരു ആഘോഷമായിട്ട് അവർ നടത്തുന്നത്. അങ്ങനെ രസമായിരുന്നു കണ്ടു നിൽക്കാനും. ഇതൊക്കെ ഉണ്ട്, ഇത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് കത്തിച്ചങ്ങ് പടത്തിയുടെ ഒരു പന്തം കണക്ക് നല്ല രസമുണ്ട്. അങ്ങനെ ഇവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഈ ഒരു ട്രിപ്പായിട്ട് നമുക്ക് ഭയങ്കര യൂസായി കേട്ടോ, ഈ വർക്കായിട്ട്. അങ്ങനെ ഇനി പോയി കിടന്ന് ഉറങ്ങണം. നാളെ ഫ്രഷായിട്ട് നേരെ പുതിയ സ്ഥലത്തേക്ക്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.